ഈ ഈ പറയുന്ന ജയിച്ച സ്ഥാനാർത്ഥികളോ അല്ലെ മന്ത്രിമാരായാലോ MLA-മാരായാലും ആരും ഈ വീടുകൾ കയറാനൊന്നുമില്ലായിരുന്നു. അല്ല ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പട്ടി കളയുന്നവരെ കിടന്ന് അലഞ്ഞിട്ട് ഇപ്പൊ ഈ വണ്ടി ഈ വണ്ടി എന്നല്ല എല്ലാ വണ്ടിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെ കണ്ടോ. ഇപ്പൊ ടോപ്പ് കയറുന്നു പൊക്കോണ്ടിരിക്കുക മെയിൻ റോഡ് KK റോഡ് വഴി വണ്ടി പോകുന്ന വണ്ടിയായത്. ഈ വണ്ടിയുടെ അവസ്ഥയായത്. ഇതിന് ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? ഞങ്ങൾ ഇനി എന്നെ കെട്ടിത്തൂങ്ങി ചാകണം. ഈ വണ്ടിപ്പണിക്കാരെല്ലാം കൂടെ കൂടി ചാകണം. സർക്കാർ ഇതിന് പെണ്ണുങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന പെണ്ണുങ്ങൾ പോലും സർക്കാരിന്റെ പ്രിയദർശിനി വണ്ടിയെ കയറി പോവാ. 60 വയസ്സിന് മേലോട്ടുള്ളവർക്ക് ഒരു സൗജന്യയാത്രയും 1 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് സൗജന്യയാത്ര വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. ഇതൊന്നുമില്ലാതെ ഇങ്ങനൊരു വെറും തെണ്ടിത്തരം ഇങ്ങനെ കാണിക്കുന്നു. വെറും തെണ്ടിത്തരം. മുതലാളിമാരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല. ഇത് ഇതുകൊണ്ട് എന്നാ പ്രയോജനം? ആർക്കെന്നാ ഒരു 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 ജോലി മേഖല ഒരു ജോലി മേഖല നിങ്ങളെല്ലാവരും കൂടെ നഷ്ടപ്പെടുത്തിയേക്കുന്നത്. ഞങ്ങൾ ഇനി എന്നാ ചെയ്യണം? ഞങ്ങൾക്കെല്ലാം വീട്ടിൽ പ്രാരാബ്ദങ്ങളുള്ളവരാ. എല്ലാവർക്കും വീട്ടിൽ പ്രാരാബ്ദങ്ങളുള്ളവരാ. എല്ലാവരും ഈ പ്രാരാബ്ദങ്ങളും വെച്ച് ചിട്ടിയും പെട്ട് കടവുണ്ട് കടക്കണിയുണ്ട് ഇതെല്ലാം ഉള്ള ഞങ്ങള്. വീട്ടുകാർക്ക് രോഗങ്ങളും ദുഃഖങ്ങളായിട്ടിരിക്കുന്ന അവരുമുണ്ട്. ഞങ്ങൾ എന്നെ എഴുതുന്നുണ്ട്. വണ്ടി ഓടിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും പ്രയോജനം ആരെങ്കിലും ഉണ്ടോ നോക്ക്. ജയിപ്പിച്ചു വിട്ടെ.